മെഡിക്കൽ പരമായിട്ടുള്ള ഒരു നോളേജും ഇല്ലാതാണ് ആൾക്കാർ ഈ ക്ലബ്ബുകൾ തുടർന്ന് ഇത് നടത്തുന്നത്. ഇത് ഒരുപാട് ആൾക്കാർക്ക് അവരുടെ ജീവനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഈ ലിവറിനാണ് ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. കാരണം ഇതിനകത്ത് ഫ്രൂക്ടോസ് എന്നുള്ള ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഷുഗർ കൂടാനുള്ള സാധ്യത ഭയങ്കരമായിട്ട് കൂടുതലാണ് ഈ പ്രൊഡക്റ്റ്. പക്ഷേ ഇവരത് പറയുന്നില്ല. ഏറ്റവും വലിയ തട്ടിപ്പ് നടക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇവർ ന്യൂട്രീഷനിസ്റ്റ് ആണെന്ന് വിശ്വസിച്ചാണ് പോകുന്നത്. ഇവരുടെ ക്ലബ്ബിൽ ചെല്ലുമ്പോഴും നമ്മളോടുള്ള അപ്രോച്ച് അതേ രീതിയിലാണ്. ഹായ് ഓൾ, അപ്പോൾ നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്ത് ഫെഡപ്പായ ആൾക്കാരാണോ? നിങ്ങൾ നടക്കാൻ പോയി, ഓടാൻ പോയി, ഡയറ്റ് നോക്കി, പല 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 മെത്തേഡ്സ് നോക്കി ഊപ്പാട് വന്ന ആൾക്കാരാണോ? അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും, നമുക്ക് ഹെൽത്തി ആയിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റും. നമുക്ക് ന്യൂട്രീഷൻ്റെ ഹെൽപ്പോടെ അമേസിംഗ് ആയിട്ട് നമുക്ക് നമ്മുടെ ബോഡി ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. രാവിലെ ഫ്രഷ് ആയിട്ടിരിക്കാൻ നമ്മൾ ചായ പൊതുവെ കുടിക്കാറുണ്ട്. പക്ഷെ വെറും ചായയിൽ വിത്ത് ഷുഗർ 150 കലോറി, വിത്തൗട്ട് ഷുഗർ 90 കലോറി. ഇതാണ് അഫ്രഷ്. ഇതിൽ വെറും 3 കലോറിയേ ഉള്ളൂ. ഇത് നമ്മുടെ ബോഡിയിൽ പോകുമ്പോൾ ഓക്സിജന്റെ കണ്ടന്റ് പോകും. അതിന്റെ റീസൺ ഓറഞ്ച് പിയോക്കി എന്നുള്ള ഒരു ഇലയിൽ ഓക്സിജൻ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ബോഡി നല്ല രീതിയിൽ റിഫ്രഷ് ആയിട്ടിരിക്കാൻ എന്ത് വേണം? ഓക്സിജൻ കണ്ടന്റ് വേണം. അപ്പോൾ ഞാൻ ഈ ചായക്ക് പകരം അഫ്രഷ് ചൂസ് ചെയ്താൽ ഓൾ ഡേ എനിക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും. പക്ഷെ ചായയിൽ കഫെയിൻ ഉണ്ടായിട്ട് 10 മിനിറ്റ്സ് മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ എനർജി ലെവൽ കാണും. ഇതിലും കഫെയിൻ ഉണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ ഗ്രീൻ ടീയിൽ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ആൽക്കഹോൾ കണ്ടന്റ് വെച്ചാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത് ഗ്രീൻ ടീ. പക്ഷേ ഇത് വാട്ടർ കണ്ടന്റ് ആണ്, ഇതിൽ ആന്റി ഓക്സിഡന്റ് ഉണ്ട്, വേണ്ടതെല്ലാം ഉണ്ട്, ഓക്സിജൻ കണ്ടന്റ് ആണ്, ബോഡി ഹെൽത്തി ആയിട്ടിരിക്കും, റിഫ്രഷ് ആയിട്ടിരിക്കും. സോ ഐ ചൂസ് അഫ്രഷ്. ദിസ് ഈസ് മൈ ടീ.